അഴകും ഫാഷനും ഒരുമിക്കുന്ന 1 ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ, ഫാൻസി ഐറ്റംസ്, കോസ്മെറ്റിക്സ്, ബാഗുകൾ, പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ്ബ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാന്മാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ. തലപ്പള്ളി താലൂക്കിൽ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം ഡാറ്റാ ബാങ്കിൽ നിലം എന്ന് രേഖപ്പെടുത്തിയ ഭൂമി തരം മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർണ്ണമായും സ്തംഭിച്ചതിനെതിരെ പ്രതിഷേധവുമായി വെൽഫെയർ പാർട്ടി. സാധാരണക്കാരായ ജനങ്ങളുടെ ഭൂമി തരം മാറ്റം അഴിമതിമുക്തവും സുതാര്യവും വേഗത്തിലുമാക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് വെൽഫെയർ പാർട്ടി മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. പക്ഷേ ഇത് സുതാര്യമല്ല, അതുപോലെ തന്നെ ഇത് ഒരു വേഗതയുമില്ല. വലിയ അഴിമതിയാണ് ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ട ആളുകളുടെ പാർപ്പിടം നിഷേധിക്കുന്നത് കടുത്ത അനീതിയാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഈ വിഷയത്തിൽ സർക്കാർ വളരെ ഗൗരവപൂർവ്വം ഇടപെടണം. ഈ ഓൺലൈൻ അപേക്ഷകൾ അത് സുതാര്യമാക്കണം, അത് വേഗത്തിലാക്കണം. ഈ അപേക്ഷകർക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ നിലം അത് തരം മാറ്റി അനുവദിക്കണം. അതല്ലാത്ത പക്ഷം തലപ്പള്ളി താലൂക്കിൽ മാത്രം 10,000-കണക്കിന് അപേക്ഷകരുണ്ട്. ഇവരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ പോരാട്ടങ്ങൾക്ക് വെൽഫെയർ പാർട്ടി നേതൃത്വം നൽകുമെന്ന് അറിയിക്കുന്നു. അഭിവാദ്യങ്ങൾ. ഭൂമി തരം മാറ്റുന്നതിനായി തൃശൂർ RDOയ്ക്ക് ഓൺലൈൻ വഴി അപേക്ഷ നൽകി തലപ്പള്ളി താലൂക്കിൽ മാത്രം ആയിരക്കണക്കിന് സാധാരണക്കാർ നിലവിൽ കാത്തുനിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് നിർത്തിവെച്ച തരംമാറ്റ നടപടികൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ പുനരാരംഭിക്കുമെന്ന് അധികൃതർ ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും ഇതുവരെയായിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. തലപ്പള്ളി താലൂക്കിന്റെ ചുമതലയുണ്ടായിരുന്ന ഡെപ്യൂട്ടി കളക്ടർ വിരമിച്ചതിന് ശേഷം പകരം ഉദ്യോഗസ്ഥനെ നിയമിക്കാത്തതാണ് ഈ ഗുരുതര പ്രതിസന്ധിക്ക് കാരണം. ഒപ്പിടേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ഇല്ലാത്തതിനാൽ ആഴ്ചതോറും നടക്കേണ്ട പ്രയോറിറ്റി മീറ്റിംഗുകൾ ഉൾപ്പെടെ നിലച്ചിരിക്കുകയാണ്. സർക്കാർ പദ്ധതി പ്രകാരം ലഭിച്ച വീട് നിർമ്മിക്കുന്നതിനും നിലവിലെ വീട് തകർന്നതിനാൽ പുതിയ വീട് പണിയുന്നതിനുമായി അപേക്ഷ നൽകി ഓഫീസുകൾ കയറിയിറങ്ങുന്ന സാധാരണക്കാരുടെ പാർപ്പിട അവകാശമാണ് ഉദ്യോഗസ്ഥരില്ലാത്തതിൻ്റെ പേരിൽ നിഷേധിക്കുന്നത്. ഇത് കടുത്ത അനീതിയാണെന്ന് വെൽഫെയർ പാർട്ടി കുറ്റപ്പെടുത്തി. സാധാരണക്കാരുടെ അപേക്ഷകളിൽ കണ്ണടയ്ക്കുന്ന അധികൃതർ 2023-ൽ ക്വാറി മാഫിയകൾ വാങ്ങിയ സ്ഥലം നിയമവിരുദ്ധമായി മണ്ണിട്ട് നികത്തി റോഡ് നിർമ്മിച്ചതിന് കൂട്ടുനിൽക്കുകയാണെന്നും ഭൂമി തരം മാറ്റാത്തതിൽ വലിയ തോതിലുള്ള വിവേചനമാണ് നടക്കുന്നതെന്നും നേതാക്കൾ ആരോപിച്ചു. അടിയന്തരമായി യോഗ്യനായ ഉദ്യോഗസ്ഥനെ നിയമിച്ച് ഭൂമി തരംമാറ്റ നടപടികൾ വേഗത്തിലാക്കിയില്ലെങ്കിൽ താലൂക്കിലെ 10,000-കണക്കിന് അപേക്ഷകരെ സംഘടിപ്പിച്ച് ശക്തമായ ജനകീയ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ എളനാട് മുന്നറിയിപ്പ് നൽകി. വെൽഫെയർ പാർട്ടി പഴയന്നൂർ പഞ്ചായത്ത് കമ്മിറ്റി അംഗം CV ഷാജി, ഭൂമി തരംമാറ്റ അപേക്ഷകരായ CK യൂസഫ്, KM സേതുമാധവൻ തുടങ്ങിയവരും ഈ ആവശ്യവുമായി രംഗത്തുണ്ട്. PMA പ്രകാരം വീട് പാസ്സായി കിടക്കാൻ തുടങ്ങിയിട്ട് 1 വർഷം കഴിഞ്ഞു. പക്ഷേ ഇതും തരം മാറ്റി കിട്ടാത്ത കാരണം അവിടുന്ന് പെർമിറ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. തരം മാറ്റാൻ ഞാൻ അപേക്ഷ കൊടുത്തിട്ട് 1.5 വർഷം കഴിഞ്ഞു. ഇപ്പോഴും അതിൻ്റെ അക്ഷയയിൽ പോയി നോക്കുമ്പോൾ അതിപ്പോഴും RDOയുടെ മേശപ്പുറത്ത് ഇരിക്കേണ്ട അപേക്ഷ എന്ന് പറയുന്നുണ്ട്. അതിനൊരു നീക്കുപോക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇവിടെ പഞ്ചായത്തിൽ പോകുമ്പോൾ അത് മാറ്റാതെ വീടിന് പെർമിഷനും കിട്ടില്ല. എൻ്റെ വീട് കഴിഞ്ഞ മഴക്കാലത്ത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് പോയതാണ്. അപ്പോൾ ഞാൻ വാടക വീട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് അപേക്ഷ വീട് ലോണ് പാസ്സായി കിടന്നിട്ട് വരെ എനിക്കതൊന്ന് വീട് പണിയാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ വാടക കൊടുത്തൊരു പരിവായി.